എന്റെ നാരങ്ങാ ചെടികളിൽ ഞാൻ APKS ഓർഗാനിക്സിന്റെ FL77 ഉൽപ്പന്നം ഉപയോഗിച്ചു. അവ നിലവിൽ 4 മുതൽ 6 മാസം വരെ പ്രായമുള്ളവയാണ്. മുമ്പ് എന്റെ മുളക് വിളകളിൽ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുകയും മികച്ച ഫലങ്ങൾ കാണുകയും ചെയ്തിട്ടുള്ളതിനാൽ ഇപ്പോൾ ഞാൻ ഇത് എന്റെ നാരങ്ങാ ചെടികളിലും പ്രയോഗിക്കുന്നു. ചെറിയ കീടബാധ നിയന്ത്രിക്കാനും സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. എന്റെ പേര് അൻപുരാജ്. വിരുദുനഗർ ജില്ലയിലെ സാത്തൂർ താലൂക്കിലെ മേട്ടുപട്ടിയിലെ ഇരുക്കൻകുടി പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. യൂട്യൂബിൽ APKS ഓർഗാനിക്സിന്റെ വളങ്ങളുടെയും സസ്യസംരക്ഷണ ഉൽപ്പന്നങ്ങളുടെയും ഒരു പരസ്യം ഞാൻ ആദ്യമായി കണ്ടത്. ആ പരസ്യത്തെ അടിസ്ഥാനമാക്കി ഞാൻ മുമ്പ് എന്റെ മുളക് വിളകളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. മുളകിൽ നിന്ന് എനിക്ക് ഇത്രയും നല്ല ഫലങ്ങൾ ലഭിച്ചതിനുശേഷം എന്റെ നാരങ്ങാ ചെടികളിൽ ഉപയോഗിക്കാൻ ഞാനിപ്പോൾ ഈ ഉൽപ്പന്നം പ്രത്യേകമായി വാങ്ങിയിട്ടുണ്ട്. ഈ നാരങ്ങാ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ട് 4 മുതൽ 6 മാസം വരെയായി. നിലവിൽ എനിക്ക് ഏകദേശം 50 മുതൽ 60 വരെ ചെടികളുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായി അവയിൽ FL77 ഉൽപ്പന്നം തളിക്കുന്നു. ഒരു ടാങ്ക് വെള്ളത്തിൽ 250 മില്ലി അളവിൽ ഞാൻ ഉൽപ്പന്നം കലർത്തുന്നു. കുപ്പിയുടെ അടപ്പ് 80 മില്ലി ആയതിനാൽ 3 തവണ ഒഴിക്കുന്നത് ഏകദേശം 240 മില്ലിയാണ്. അതിനാൽ പൂർണ്ണ 250 മില്ലി എത്താൻ ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നു. ഏകദേശം 50 മുതൽ 60 വരെ ചെടികൾക്ക് ഈ മിശ്രിതത്തിന്റെ ഒരു ടാങ്ക് മതിയാകും. അതിനാൽ 1 ലിറ്റർ ഉൽപ്പന്നം 4 വ്യത്യസ്ത പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ മുഴുവൻ ചെടിയും നനഞ്ഞിരിക്കാൻ ഇത് നന്നായി പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉൽപ്പന്നം ഓരോ ഇലയും മൂടുന്ന വിധത്തിൽ സ്പ്രേ ചെയ്യണം. ഇവ ഇപ്പോഴും ഇളം ചെടികളായതിനാൽ മിതമായ അളവിൽ ഞാൻ സ്പ്രേ പ്രയോഗിക്കുന്നു. നിലവിൽ വയലിൽ മുളക് വിളകൾ വളരുന്നതിനാൽ ഗണ്യമായ അളവിൽ കള വളർച്ചയുണ്ട്. വിളവെടുപ്പ് കാലയളവിൽ മുളക് ചെടികളിൽ ആവശ്യമായ എല്ലാ വളങ്ങളും ഞാൻ ഇതിനകം പ്രയോഗിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ഘട്ടത്തിൽ ഞാൻ സ്പ്രേ ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത 10 ദിവസത്തിനുള്ളിൽ മുളക് ചെടികൾ വയലിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ കളകളും ഞങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യും. തുടർന്ന് ഒരു പുതിയ ഇടവിളയായി ഉള്ളി നടാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു. മുളക് ചെടികൾക്ക് ആഴ്ചതോറും നനവ് നൽകുന്നതിനാൽ നാരങ്ങ ചെടിക്ക് പ്രത്യേകം നനയ്ക്കേണ്ട ആവശ്യമില്ല. അത് ശക്തമായി വളരുന്നു. നിലവിൽ നാരങ്ങ ചെടിയിൽ ചെറിയ കീടബാധ അനുഭവപ്പെടുന്നു. ഇത് നിയന്ത്രിക്കാൻ ഞങ്ങൾ FL77 എന്ന കീടനാശിനി തളിച്ചു. ശേഷിക്കുന്ന ലായനി പാഴാകാതിരിക്കാൻ വഴുതന, തക്കാളി തൈകളിലും ഇത് ലഘുവായി തളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. മുളക് കൃഷിയിൽ മുമ്പ് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചപ്പോൾ നല്ല ഫലങ്ങൾ കണ്ടതിനാൽ നാരങ്ങ ചെടിയിലും ഇത് ഗണ്യമായ പുരോഗതി കൈവരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അടുത്ത ഘട്ടത്തിൽ കളകൾ നീക്കം ചെയ്യാനും പുതിയ വിള നടുന്നതിന് സമയം നിശ്ചയിക്കാനും ഞങ്ങൾ പദ്ധതിയിടുന്നു.